വെക്കൂ. വാ. പപ്പ ഇപ്പൊ വരാട്ടോ. ടങ്. ദാ. ആ. ഏയ്. മോളെ മോള് പഠിക്കായിരുന്നോ? പിന്നെ എന്തായിരുന്നു പരിപാടി അവിടെ? എന്ത് കഥ? ഒരു സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്. അതിന്റെ കാര്യം മോള് പറയുന്നത്. അതെയോ? എല്ലാ കുട്ടികളും എഴുതണം. ആ? ആഹാ, നല്ല കഥ എഴുതുമെന്നോ? ആഹാ, എഴുതിക്കോ. നല്ല സൂപ്പർ കഥ എഴുതിക്കോ. മോൾക്ക് എഴുതാൻ നല്ല താല്പര്യമുണ്ട്. സഞ്ജയ് ചേട്ടൻ വന്നായിരുന്നോ? ഇവിടെയല്ലേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളൂ. ധ്വനി കഥ എഴുതുന്ന കാര്യമൊക്കെ അച്ഛന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അച്ഛനും അമ്മയൊക്കെ വാർത്തകൾ എഴുതുന്നവരല്ലേ, മോള് കഥ എഴുതട്ടെ അല്ലേ? നിങ്ങളോടൊപ്പം പൂർണിമേച്ചിയും കൂടെ ഒന്നിച്ചിരുന്നെങ്കിൽ മോൾക്കത് വലിയ ഹെൽപ്പായേനെ. ഇവളുടെ കഴിവുകളെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും അത് ഒരുപാട് സഹായിച്ചേനെ. ദുർഗ പറഞ്ഞത് ശരിയാ. അതൊന്നും അറിയാഞ്ഞിട്ടല്ല. എല്ലാം അറിയുന്നവർക്കും സാഹചര്യങ്ങൾ കാരണം ഒന്നും അറിയാത്ത പോലെ പെരുമാറേണ്ടി വരും. അതാണ് ജീവിതം. അവരന്വേഷിച്ച് വന്ന പോലെ എന്തെങ്കിലും ഒരു ഫയൽ ഇവിടെ കാണാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സാധ്യതയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ നോക്കിയെടുത്ത് അവൾക്ക് കൊടുത്തേനെ. എന്നാലും ദയവായിട്ടൊന്ന് ഓർത്തു നോക്കിയേ, ജയശ്രീ ചേച്ചിയുടേതായ എന്തെങ്കിലും ഒരു എവിഡൻസ് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന്. ജയശ്രീയുടെ ഒരു ഫോട്ടോ അല്ലാതെ വേറൊന്നുമില്ല. ശ്ശേ.